ഹായ് ഷെഫീഖാണ് ട്രക്ക് ആൻഡ് ട്രാവൽ ഹോൾഡീസിൽ നിന്ന്. നിങ്ങൾക്കറിയാലോ, ഇന്നത്തെ കാലത്ത് ഒരുപാട് ട്രാവൽ ഏജൻസിൻ്റെ ബിസിനസ് ക്ലോസ് ചെയ്ത് പോകുന്നുണ്ട്, അല്ലെങ്കിൽ പോസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട്, അല്ലെങ്കിൽ വളരെ ലോ മാർജിനിൽ പോകുന്നുണ്ട്. എല്ലാ കച്ചവടം പോലെ തന്നെ ഒരുപാട് കാരണങ്ങളുണ്ടാവും ഇങ്ങനെ ട്രാവൽ ബിസിനസ്സിന് ഇൻഫെക്റ്റ് ചെയ്യാനും. സോ അതിൽ മേജറായ ഒരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈവൻ അത് എനിക്കടക്കം നമ്മളെ കമ്പനിക്കടക്കം ഫീൽ ചെയ്തിട്ടുണ്ട്. നമ്മൾ അത്രയും ക്ലോസ് ഫ്രണ്ട് അല്ലെങ്കിൽ വളരെ ക്ലോസ് ആയ റിലേറ്റീവ് അവർ പറയാന്ന്, എടാ ക്യാഷിന് കുറച്ച് ടൈറ്റ് വന്നു, സോ ഓൺലൈനിൽ ക്രെഡിറ്റ് കാർഡ് വഴി പേയ്മെൻറ്റ് ചെയ്തു, അതാകുമ്പോൾ കുഴപ്പമില്ലല്ലോ, ഒരു 10-20 ദിവസം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ EMI ആയിട്ടൊക്കെ ചെയ്യാൻ പറ്റുമല്ലോ എന്നൊക്കെ പറയും. അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ ബിസിനസ്സും പോവും, മെൻ്റലി ഡൗൺ ആവുകയും ചെയ്യും. എന്നാൽ ട്രക്ക് ആൻഡ് ട്രാവൽ ആ ഒരു പ്രോബ്ലം ഞങ്ങൾ സോൾവ് ചെയ്തിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്, നമ്മുടെ ക്ലയൻറ്റ് നമ്മളെന്താ റിസോർട്ട് ബുക്കിങ്ങോ ടൂറോ അല്ലെങ്കിൽ ഫ്ലൈറ്റ് ടിക്കറ്റ് ആയാലും അവരിൽ നിന്ന് പേയ്മെൻറ്റ് നമ്മൾ കളക്ട് ചെയ്യുക, നമ്മളൊരു ലിങ്ക് അവർക്ക് അയച്ചു കൊടുക്കും. അത് അറ്റ് ആ ടൈമിൽ തന്നെ മെയിലായിട്ടും ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടും അവർക്ക് കിട്ടും. സോ ഒരു വെബ്സൈറ്റിൽ, ഒരു പ്രൊഫഷണൽ വെബ്സൈറ്റിൽ കയറിയിട്ട് പേയ്മെൻറ്റ് ചെയ്യുന്ന നമ്മൾ അയച്ചു തരുന്ന ലിങ്ക് പറഞ്ഞാൽ ഡയറക്റ്റ് നമ്മളെ ബാങ്കിൻ്റെ ലിങ്കാണ്, അല്ലാതെ അതിൽ ഒരു തേർഡ് പാർട്ടിയോ അങ്ങനെ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു എക്സ്ട്രാ ചാർജസ് ഇല്ലാതെ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ മോസ്റ്റ്ലി നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ഒരു ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ടായിരിക്കുമല്ലോ പേയ്മെൻറ്റ് നമ്മൾ ചെയ്യുക, അല്ലെങ്കിൽ UPI. അതുകൊണ്ട് തന്നെ അതിന് എക്സ്ട്രാ ചാർജസ് ഇല്ല. ഡെബിറ്റ് കാർഡ് ആണെങ്കിൽ മാത്രം ചെറിയൊരു വേരിയേഷൻ വരും, അത് അതിൽ തന്നെ കാണാൻ പറ്റും നിങ്ങൾക്ക്. ഓക്കെ, അങ്ങനെ ഇപ്പോൾ നമ്മൾ റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് ക്ലയൻറ്റിന് ഇതേപോലെ മെയിലായിട്ടും ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടും വരും. ഇപ്പോൾ സപ്പോസ് മെയിലാണെങ്കിൽ അത് വളരെ ഈസിയസ്റ്റ് മെത്തേഡാണ് കേട്ടോ. അത് ഒരു കോംപ്ലിക്കേഷനും ഇല്ല, ഏതൊരാൾക്കും സിമ്പിളായിട്ട് തന്നെ ചെയ്യാൻ പറ്റും. ഈ ലിങ്കിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ബ്രൗസർ സെലക്ട് ചെയ്യുക. ബ്രൗസർ സെലക്ട് ചെയ്തതിന് ശേഷം നേരെ ആ ഒരു പേജിലോട്ട് പോകും. ആ ഒരു പേജിൽ നമ്മളിപ്പോൾ സപ്പോസ് ക്ലയൻറ്റിന് 25,482 ക്ലയൻറ്റിൻ്റെ പേയ്മെൻറ്റ് എങ്കിൽ ഇങ്ങനെ ഇതിൽ കാണിക്കും, ആ ഒരു എമൗണ്ട് കാണിക്കും ടോപ്പിൽ. ആ എമൗണ്ട് തന്നെ അല്ലേ ക്ലയൻറ്റ് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മാത്രം മതി. എന്നിട്ട് ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ടോ ഡെബിറ്റ് കാർഡ് വെച്ചിട്ടോ പേയ്മെൻറ്റ് ചെയ്യുക. അതേപോലെ UPI വെച്ചിട്ടോ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഫോൺ പേ ആണെങ്കിൽ ഫോൺ പേയിൽ ക്ലിക്ക് ചെയ്താൽ മതി, ഡയറക്റ്റ് ഫോൺ പേൻ്റെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയിട്ട് വരും. അതിൽ എമൗണ്ട് ഉണ്ടാവും, ജസ്റ്റ് പാസ്വേഡ് അടിച്ച് പേ ചെയ്താൽ മാത്രം മതി. പിന്നെ അതേപോലെ Paytm ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ മാത്രമല്ല, നമുക്കിവിടെ ജനറേറ്റ് QR കോഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ വരും. ഇനി അതല്ല UPI വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ UPI ID അടിച്ചിട്ട് പ്രൊസീഡ് ടു പേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ആപ്ലിക്കേഷൻസിൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. ഇനി നെക്സ്റ്റ് ഓപ്ഷൻ എന്നുള്ളത് നെറ്റ് ബാങ്കിങ് ആണ്. അപ്പോൾ ഇതിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് പേയ്മെൻറ്റ് ചെയ്യാൻ. വളരെ സിമ്പിളായിട്ട് തന്നെ ഏതൊരാൾക്കും ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുകൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മളിത് ബിസിനസ് ചെയ്യുന്നത് നമ്മളെ ക്ലയൻറ്റിന് പേയ്മെൻറ്റ് ചെയ്യാൻ യാതൊരു തരത്തിലും ബുദ്ധിമുട്ട് വരാൻ പറ്റില്ല. അത് മാത്രമല്ല, അവർക്ക് ട്രാവൽ ചെയ്യുമ്പോൾ ബാക്കിയുള്ളവർ ആരും കൊടുക്കാത്തൊരു സംഭവമാണ് 24 hours കസ്റ്റമർ സപ്പോർട്ട്. അത് നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. Thanks for watching.